ദൈവജനമേ, ലൂക്കായുടെ സുവിശേഷം 21 അധ്യായം 29 മുതൽ 33 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒലിവ് മരത്തിൻ്റെയും എല്ലാ വൃക്ഷങ്ങളുടെയും ഉപമയിലൂടെ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. വരാനിരിക്കുന്നതിനെക്കുറിച്ച് നാം ജാഗരൂകരായിരിക്കണം. മരച്ചില്ലകൾ തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തെത്തിയെന്ന് നാം മനസ്സിലാക്കുന്നത് പോലെ യുഗാന്ത്യത്തിൻ്റെ അടയാളങ്ങൾ കാണുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നെന്ന് നാം തിരിച്ചറിയണം. ഇത് ഭയപ്പെടാനുള്ള സമയമല്ല, മറിച്ച് ഉണർന്നിരിക്കേണ്ട സമയമാണ്. ജാഗരൂകതയോടെ കാത്തിരിക്കേണ്ട സമയമാണ്. ഓരോ ദിവസവും നാം ജീവിക്കുന്നത് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായുള്ള ഒരുക്കമായിരിക്കണം. നമ്മുടെ വിശ്വാസം പ്രവൃത്തികളിലൂടെ പ്രകടമാകട്ടെ. നാം പ്രാർത്ഥനയിലും വിവേകത്തിലും വളരണം. ഓരോ നിമിഷവും ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നാം വീണുപോകാതിരിക്കട്ടെ. ആത്മാവിൻ്റെ വിളി കേട്ട് നാം മുന്നോട്ട് പോകണം. ഭൂമിയിലെ നമ്മുടെ ജീവിതം ക്ഷണികമാണ്, കുമിള പോലെയാണ്. എന്നാൽ സ്വർഗരാജ്യം എന്നേക്കും നിലനിൽക്കുന്നതാണ്. തിരുവെഴുത്തുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവവചനം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നാണ്. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ അവിടുത്തെ വാക്കുകൾ നിറവേറ്റപ്പെടും. അതൊരു ഗ്യാരണ്ടിയാണ്, അതൊരു സെർട്ടനിറ്റിയാണ്. അതിനാൽ നമുക്ക് പ്രത്യാശയോടെയും ധൈര്യത്തോടെയും ജീവിക്കാം സഹോദരങ്ങളെ. നമ്മുടെ ഞങ്ങളിൽ ദൈവരാജ്യം സ്ഥാപിക്കാൻ നമുക്ക് ശ്രമിക്കാം. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതം അവിടുത്തെ മഹത്വത്തിനായി സമർപ്പിക്കാം. ഈ നിമിഷം യേശുക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരാം. കർത്തൃ സാക്ഷികളായി ജീവിക്കാം. ഓരോ നിമിഷവും അവിടുത്തെ സാന്നിധ്യം നാം അനുഭവിക്കണം. ഈ ഉപമ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം ഈ ലോകത്തിലെ പരദേശികളാണെന്നും നമ്മുടെ യഥാർത്ഥ ഭവനം സ്വർഗത്തിലാണെന്ന് ആണ്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.